അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടുത്ത ഓഡിയോയും പുറത്തായി. ഗുരുതരമായ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ്, മനസ്സിലായി. ഈ അവസരത്തിൽ സ്ത്രീത്വത്തിന് നേരെയുള്ള കടന്നാക്രമണം എന്ന വിഷയത്തിൽ 2 പേജിൽ കവിയാത്ത ആരോ എഴുതി കൊടുത്ത ഉപന്യാസം അക്ഷരത്തെറ്റോടുകൂടി വായിക്കുന്നതിലേക്കായി ബഹുകുത്ത് വിദ്യാഭ്യാസ മന്ത്രിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എന്നിട്ട് എന്തൊരു സന്തോഷമില്ലാത്ത അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നിരന്തരമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത ക്രിമിനൽ തന്നെയായിരുന്നു. ഇനി വികട സരസ്വതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉപന്യാസ വായന തുടങ്ങിക്കൊള്ളുക. ഗർഭം ധരിക്കാൻ ആവശ്യപ്പെടുകയും പിന്നീട് നിർബന്ധിത ഗർഭഛിദ്രത്തിന് മതി നിർത്തിക്കോ. ധാരാളം. പൂർണ്ണമായിട്ടുമല്ല, ഭാഗികമായിട്ട് പോലും ഈ ഉപന്യാസ വായന സഹിക്കാൻ ഞങ്ങൾ ആരും ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് പറ്റൊന്നുമില്ല. ചരലുരുളുമ്പോൾ മണലുരുളൂല്ല, മണലുരുളുമ്പോൾ ചരലുരുളൂല്ല. പക്ഷേ മണലുരുണ്ടാലും ചരലുരുണ്ടില്ലേലും ഇപ്പോ അണ്ണം കിടന്നുരുളും. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെയെങ്കിലും ഇദ്ദേഹത്തെ മാറ്റി നിർത്തുവാനുള്ള ജനാധിപത്യ മര്യാദ കോൺഗ്രസ് കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇവിടുന്നാണ് അണ്ണന്റെ നിലപാട് നിലംതൊടാൻ കിടന്ന് പാടുപെടാൻ തുടങ്ങുന്നത്. സസ്പെൻഷൻ പ്രഖ്യാപിച്ച വ്യക്തി തന്നെ കോൺഗ്രസിന്റെ ഔദ്യോഗിക വേദികളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും സജീവമായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാര് പറഞ്ഞു? നാട്ടിലൊക്കെ പാട്ടാ, ആളുകളൊക്കെ പറഞ്ഞു ചിരിക്കുക. അണ്ണൻ ഒരു പ്രാവശ്യം അടുത്തിരുന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനോട് കുശലം പറയുന്ന വീഡിയോ ഒക്കെ വൈറലായപ്പം അണ്ണൻ കുറച്ച് കാര്യങ്ങൾ അന്ന് പറഞ്ഞായിരുന്നു. ആ കാര്യം അണ്ണൻ മറന്നുപോയാലും ഇപ്പൊ അണ്ണനെ ഓർമ്മിപ്പിക്കേണ്ട കടമ നമുക്കുണ്ടല്ലോ. ചെങ്കുട്ടിയണ്ണ, ഞങ്ങളുടെ ഡെസ്ക് മേൽ താണ്ഡവ പെരുമാളെ അങ്ങ് മറന്നു പോയെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം. അന്ന് നിങ്ങൾ 2 പേരും കൂടെ ഒരുമിച്ച് വേദി പങ്കിട്ടത് എന്നാത്തിനായിരുന്നു? സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഞാനല്പം ചായ എടുക്കാം, ചമ്മൽ മാറ്റാൻ നല്ലതാ. ആ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അന്നേ വേദിയിൽ നടിച്ച് പുറത്താക്കി മാതൃകയാക്കേണ്ടതല്ലായിരുന്നോ? ശരിയാണ്. അതായത് നമ്മുടെ കുട്ടികളുടെ ശാസ്ത്രമേളയുടെ സംസ്ഥാന ഉദ്ഘാടന വേദിയിലാണ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നത്. അതൊക്കെ ഓർമ്മയുണ്ട്. 2-3 മാർഗങ്ങളാണ് ഉള്ളത്. ഒന്നേ അദ്ദേഹത്തിന് ഇറക്കി വിടണം. ഇറക്കി വിട്ടാൽ അത് ബലം പ്രയോഗിക്കേണ്ടി വരും. ബലം പ്രയോഗിക്കൽ പിന്നെ ഞങ്ങളുടെ രീതി അല്ലാത്തത് കൊണ്ട് അതിലേക്ക് കടന്നില്ല. പ്രഭാകർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. അങ്ങനെ പോയില്ല. അത് പിന്നെ നമ്മുടെ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങ് അലങ്കോലപ്പെടും. കുറച്ച് പൂ എവിടുന്ന് ഞാൻ സംഘടിപ്പിക്കും? ഒന്ന് പൂവിട്ട് പൂജിക്കാമായിരുന്നു. അവർ മറ്റവങ്ക കിട്ട കാട്ടുന്ന മുഖം വേറെ, അവരുടെ നിജ മുഖം വേറെ. അവിടെ വന്നിരിക്കുന്ന കുട്ടികളാകെ പിന്നെ ഇത് എന്താ സംഭവിക്കുന്നത് എന്നുള്ള നിലയിൽ ആകെ അസ്വസ്ഥരായി. മനുഷ്യന്റെ ഓരോ അത്യാർത്ഥികൾ മണ്ടന്മാരായി പോയല്ലോ.